ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയുടെ സ്റ്റഡി ടൈം ടേബിൾ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മലയാളം എക്സാം അല്ലെങ്കിൽ ഹിന്ദി എക്സാം കഴിഞ്ഞിരിക്കും. അല്ലെങ്കിൽ മലയാളം എക്സാം കുറച്ച് കുട്ടികൾ അത്ര അങ്ങ് ഈസി എന്ന് പറഞ്ഞില്ല, എനിക്കറിയത്തില്ല. കുറച്ച് രണ്ട് കുട്ടികൾ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ വർഷം എല്ലാ +1 എക്സാംസും കടുക്കും. നല്ല ടഫായിട്ടായിരിക്കും ചോദിക്കുന്നത്. സോ വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ് ടഫ് എക്സാമിനേഷൻസ്. നമ്മൾ ഈസി എക്സാം ആയിരിക്കുമെന്ന് പറഞ്ഞ് പോകേണ്ടതില്ല. ടഫ് എക്സാം ആയിരിക്കുമെന്ന് കരുതി തന്നെ പോവുക. ഏത് ടഫ് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് പഠിക്കേണ്ട രീതിയിൽ എങ്ങനെ പഠിക്കുന്നുള്ള ഒരു ബെസ്റ്റ് സ്റ്റഡി ടൈം. നിങ്ങൾ ഈ സ്റ്റഡി ടൈം കഴിയുമ്പോൾ ഇതിനേക്കാളും ബെസ്റ്റ് സ്റ്റഡി ടൈം നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ പറ. ഓക്കെ, ഏറ്റവും ടോപ്പ് ഈ രീതിയിലേ നിങ്ങൾ പഠിക്കാവും. നമുക്കറിയാം, നാളെ മുതൽ നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാൻ. ഇന്ന് വിട്ടേക്ക്, നാളെ മുതൽ സമയമുണ്ട്. കെമിസ്ട്രിക്കാണ് ഏറ്റവും കൂടുതൽ ദിവസം ഉള്ളത്. പക്ഷേ ഒരു കാരണവശാലും ഈ ഒരു 8 ദിവസവും കെമിസ്ട്രി പഠിക്കരുത്. കാരണം ഫിസിക്സ് നിങ്ങൾ കിടന്ന് ഓടിപ്പോവും. ഫിസിക്സിന് സമയമില്ല, ഫിസിക്സ് പഠിക്കാൻ സമയമില്ല. അതുകൊണ്ട് നമുക്ക് കെമിസ്ട്രി പഠിക്കാൻ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് 4 ദിവസം എടുത്താൽ മതി. 15-ാം തീയതിയാണ് എക്സാം. 11, 12, 13, 14 ഈ 4 ദിവസവും നമ്മൾ കംപ്ലീറ്റ് കെമിസ്ട്രി പഠിക്കും. ബാക്കി 4 ദിവസം നാളെ മുതൽ 7, 8, 9, 10 ഈ 4 ദിവസത്തിൽ നിങ്ങൾ ഫിസിക്സും പഠിക്കണം, മാത്സും പഠിക്കണം. കാരണം മാത്സിന് 2 ദിവസമേ ഉള്ളൂ. 2 ദിവസം കൊണ്ടൊന്നും മാത്സ് ഒന്നും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫിസിക്സും പഠിക്കണം, മാത്സും പഠിക്കണം. ഫിസിക്സിലെ മാത്സിലെ ഏതൊക്കെ പഠിക്കണമെന്ന് ഓൾറെഡി സ്റ്റഡി ടൈം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കാം. അപ്പോൾ ഈ ആദ്യത്തെ 4 ദിവസം ഉണ്ടല്ലോ, നാളെ മുതൽ 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതി, 10-ാം തീയതി അന്ന് ഫിസിക്സും മാത്സും മാത്രമല്ല കെമിസ്ട്രി ഡെയിലി ഒരു 3 മണിക്കൂർ വെച്ച് കൊടുക്കാം. ഒരു 3 മണിക്കൂർ കെമിസ്ട്രിക്ക് മാറ്റി വയ്ക്കുക, ബാക്കി അതിന് കൊടുക്കാം. മാറ്റി വയ്ക്കാൻ പറഞ്ഞ കാരണം കെമിസ്ട്രിയിൽ 2 വലിയ ചാപ്റ്റർ ഉണ്ട്. എൻ്റെ പിള്ളേരൊക്കെ ഈ 2 വലിയ ചാപ്റ്റർ പഠിച്ച് തീർത്തിരിക്കാൻ സാധ്യതയില്ല. തീർത്ത കുട്ടികൾ ഈ ദിവസങ്ങളിൽ ഫിസിക്സും മാത്സും പഠിച്ചാൽ മതി. കാരണം ഓർഗാനിക് കെമിസ്ട്രിയും ഹൈഡ്രോ കാർബൺ എന്ന വലിയ ചാപ്റ്ററാണ്. നമുക്കിത് മൾട്ടിപ്പിൾ ടൈം റിവിഷൻ വേണ്ടി വരും. അതുകൊണ്ട് 7-ാം തീയതി, 8-ാം തീയതി ഒരു 3 മണിക്കൂർ അതിൻ്റെ ടൈം തരുന്നത് ഇഷ്ടമുള്ള 3 2.5 മണിക്കൂറോ ഇഷ്ടമുള്ള ഒരു 2.5-3 മണിക്കൂർ ഓർഗാനിക് കെമിസ്ട്രി കൊടുക്കുക. ഓർഗാനിക് കെമിസ്ട്രി കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്, ഓർഗാനിക് കെമിസ്ട്രിയിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും എന്ന ടോപ്പിക് ഉണ്ട്. അത് ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം, മറന്നു പോകരുത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ വർഷം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും റാങ്ക് മേക്കിംഗ് കിട്ടും. ദെൻ 9-ാം തീയതിയും 10-ാം തീയതിയും ഹൈഡ്രോ കാർബൺസ് പഠിക്കുക. ഹൈഡ്രോ കാർബൺ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 9-ാം തീയതി നിങ്ങൾ നമുക്കറിയാം, ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്റർ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസിൻ 4 ആൾക്കാരുടെയും പ്രിപ്പറേഷനും നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസും ഉള്ളത്. അതിൽ ഹൈഡ്രോ കാർബൺ ഫസ്റ്റ് ഡേ 9-ാം തീയതി ആൽക്കെയിനും ആൽക്കീനും പഠിക്കുക, 10-ാം തീയതി ആൽക്കൈനും ബെൻസീനും പഠിക്കുക. ഇതാണ് നിങ്ങൾ 7 മുതൽ 10 വരെയുള്ള സ്റ്റഡി ടൈം. സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. ഓക്കെ, അപ്പോൾ ഈ 4 ദിവസം കെമിസ്ട്രി 3 മണിക്കൂർ പഠിച്ചാൽ മതി. ബാക്കി ടൈം ഫിസിക്സും മാത്സും നന്നായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞ് 11-ാം തീയതി മുതൽ വേറെ ഒന്നും പഠിക്കണ്ട. പിന്നെ നമ്മൾ കെമിസ്ട്രിയുടെ ട്രാക്കിൽ സ്റ്റിൽ കെമിസ്ട്രി കുറച്ചും കൂടെ നന്നായിട്ട് അറിയാവുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ എഗെയിൻ ഒരു ദിവസവും കൂടെ ഫിസിക്സ് ഒക്കെ നോക്കണമെങ്കിൽ നോക്കാം, കെമിസ്ട്രി പഠിച്ച് തീർന്നെങ്കിൽ. പക്ഷെ തീർക്കാത്ത കുട്ടികളാണെങ്കിൽ സ്റ്റിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബേസ്. നമ്മളെ ടൈം ടേബിൾ, സ്റ്റഡി ടൈം ടേബിൾ സ്ക്രീൻഷോട്ട് എടുത്തോടാ. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞോ സ്ക്രീൻഷോട്ട്? ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല. 11-ാം തീയതി രാവിലെ 5 മണിക്ക് ഉറക്കം എണീക്കുക. 5 മണിക്ക് ഉറക്കം എണീക്കാനല്ല, 5 മണിക്ക് പഠിക്കാനിരിക്കണം. ഈ 5 എന്നുള്ളത് 4 മണിക്ക് പഠിക്കാനിരുന്നാൽ വളരെ നല്ലത്. 5 മണിക്ക് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. 4 മണിക്ക് ഇരിക്കാൻ പറ്റുന്നവർ വെരി ഗുഡ്. രാവിലെ 5 മണിക്ക് ഈ ടൈമിംഗ് സെക്ഷൻസ് ഓർത്തിരിക്കാം. എല്ലാവർക്കും ചാപ്റ്റർ വായിച്ചാൽ മനസ്സിലാകും. ജസ്റ്റ് പറയുന്നുള്ളൂ. 5 മണി മുതൽ 6 മണി വരെ പീരിയോഡിക് ടേബിൾ ആണ് ക്ലാസിഫിക്കേഷൻ. അതാണ് PT എന്ന് എടുക്കുന്നത്. PT എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ഫിസിക്കൽ പീരീഡ് ആണ്, PT പീരീഡ് ആണ്. രാവിലെ പോയി ക്രിക്കറ്റും ഫുട്ബോളൊന്നും കളിച്ച് കളിക്കാനുള്ള പീരീഡ് അല്ല. പീരിയോഡിക് ടേബിൾ ആണ് ക്ലാസിഫിക്കേഷൻ. ഷോർട്ടായിട്ട് PT എന്ന് ഇട്ടിരിക്കുന്നതാണ്. മനസ്സിലായ? 3 സെക്ഷൻ ആ ചാപ്റ്റർ പഠിക്കുക. അത് കഴിഞ്ഞ് 9 to 10 മണി വരെ 10 to ഈ 3 സെക്ഷൻ എന്ത് ചെയ്യുക? ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി പഠിക്കുക. അത് കഴിഞ്ഞ് ഇത്രയും പഠിച്ചിട്ട് 12, 10 മുതൽ 1 മണി വരെ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്റർ ആദ്യം പഠിച്ചല്ലോ, അല്ലാതെ തലയ്ക്കകത്ത് ഓർമ്മ ഉണ്ടോ നോക്കണം. ആ സമയം PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക ഈ ചാപ്റ്ററിൻ്റെ. ക്ലിയർ ആണ്? അപ്പോൾ ഒരു റിവിഷൻ കിട്ടും ആ ചാപ്റ്റർ. നിങ്ങൾ എപ്പോഴും ഒരു സെക്ഷൻ പഠിച്ചിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. അതാണ് ഞാൻ 5 to 6 മണി വരെ പഠിച്ചിട്ട് 15 മിനിറ്റ് ബ്രേക്ക് എടുത്ത് 6:15 to 7:15, 7:15, 7:30 to 8:30, 8:30 ശേഷം 9 സമയമുണ്ട് കാപ്പി കുടിക്കാനൊക്കെ.
രാവിലെ 5 മണിക്ക് ഫ്രഷായി പല്ലൊക്കെ തേച്ച് റെഡിയായി ഒന്നും പഠിച്ചിരിക്കുക, 5 മണിക്ക് ഇരിക്കുക, 4:45 കഴിച്ച് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടിരിക്കണം. 8 മണിയാകുമ്പോൾ പോയി കാപ്പി കുടിച്ചോ, 8:30 കാപ്പി കുടിക്കുക, 9 മണിയില. ഓക്കെ, അപ്പോൾ എപ്പോഴും മാക്സിമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു കൊടുക്കുക. ക്ലിയർ? നെക്സ്റ്റ് നേരെ 1 മണി കഴിഞ്ഞ് 2 മണിക്കൂർ എന്ത് വേണോ ചെയ്തോ. 1 to 2, 2 to 3 കുളിക്കുക, എന്തൊക്കെ ചെയ്യുക, കുളിക്കാനൊക്കെ സുഖം ഉണ്ടെങ്കിൽ കുളിക്കാം, ചോറൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് 3 മണിയാകുമ്പോൾ പഠിക്കാൻ തിരിച്ചു വരണം. 4 സെക്ഷൻ സ്ട്രക്ചർ ഓഫ് ആറ്റം വലിയ ചാപ്റ്ററാണ്, മാർക്ക് കൂടുതലുള്ള ചാപ്റ്ററാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 6:45 to 7:30 വരെ ഈ 3 സെക്ഷനിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചിട്ട് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. ക്ലിയർ? സ്ട്രക്ചർ ഓഫ് ആറ്റം ഒക്കെ പഠിക്കുമ്പോൾ റുദർഫോർഡ് ആറ്റം മോഡൽ, ബോർ മോഡൽ, കോണ്ടന്റ് നമ്പേഴ്സ്, പിന്നെ വാട്ട് ആർ ദി റൂൾസ് റിഗാർഡിംഗ് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ അറ്റോമിക് ഓർബിറ്റൽ, ഹൺസ് റൂൾ, പൗളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അഫ്ബാർ പ്രിൻസിപ്പിൾ, പിന്നെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഡി ബ്രോഗ്ലി റിലേഷൻസ്, ഇതൊക്കെ എക്സാമിന് ചോദിക്കും. ഞാൻ ഇതൊക്കെ പിന്നെ ഒരൊറ്റ കാര്യം പറയട്ടെ, ഞാൻ +1 കെമിസ്ട്രിയിലെ എല്ലാ വീഡിയോസും ചാപ്റ്റർ വൈസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കാണും. ടോപ്പിക്ക് അറിയാത്തവർ മാത്രം അത് നോക്കി പഠിച്ചോളുക. കിട്ടില്ലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. 100% പണ്ട് ചെയ്ത വീഡിയോസാണ്, ഞാൻ ടോപ്പിക് സഹിതം അതിലിട്ടേക്കാം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ കണ്ടിട്ട് പറ. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ 5 വർഷമൊക്കെ ചെയ്ത വീഡിയോസാണ്. പക്ഷെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. റെക്കോർഡ് ക്ലാസ്സുകളാണ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അറിയാത്ത കുട്ടികൾ, അറിയാവുന്ന കുട്ടികൾ വീഡിയോ കണ്ട സമയം കളയണ്ട, നിങ്ങൾ പഠിച്ചാൽ മതി. ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം നെക്സ്റ്റ് അത് കഴിഞ്ഞ് കെമിക്കൽ ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. 8:30 to 9:15. ദെൻ ഒരു സെക്ഷൻ വേണം കെമിക്കൽ ബോണ്ടിങ് പഠിച്ചിട്ട് 2 സെക്ഷൻ കെമിക്കൽ ബോണ്ടിങ് പഠിക്കുക. ഒറ്റ അടിക്ക് പഠിക്കേണ്ട വലിയ ചാപ്റ്റർ 2 സെക്ഷൻ പഠിച്ചിട്ട് നെക്സ്റ്റ് ഞാൻ ആദ്യത്തെ 4 ദിവസത്തിൽ ഹൈഡ്രോ കാർബണൊക്കെ പഠിക്കാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് ഒന്ന് ഹൈഡ്രോ കാർബൺ റിവൈസ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കാം. റിവിഷൻ, അതാണ് റിവിഷൻ ഇടണം. ഹൈഡ്രോ കാർബൺ റിവിഷൻ ഇട്ട് എന്തൊക്കെ പഠിച്ചു അതൊക്കെ ഓർമ്മയുള്ള കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. മറന്നു പോകും. അതുകൊണ്ടാണ് റിവിഷൻ ഒന്ന് ഓർമ്മ ഉണ്ടോ നോക്കാൻ വേണ്ടി. നേരെ 12-ാം തീയതിയിലോട്ട് പോവാം. എടുത്തോടാ മക്കളെ സ്ക്രീൻഷോട്ട്, വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ. നെക്സ്റ്റ് 12-ാം തീയതി ആദ്യത്തെ 4 സെഷൻ കണ്ടിന്യൂസ് ആയിട്ട് പഴയതുപോലെ, ടൈമിംഗ് ഒക്കെ പഴയ തന്നെയാണ്. 4 സെഷൻ കെമിക്കൽ ബോണ്ടിങ് പഠിക്കുക. അത് കഴിഞ്ഞ് 10:15 മുതൽ റെഡോക്സ് റിയാക്ഷൻ പഠിക്കാം. റെഡോക്സ് റിയാക്ഷൻ ഉച്ചവരെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് റെഡോക്സിന്റെ പ്രീവിയസ് ഇയർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റെഡോക്സിന്റെ PYQ പ്രീവിയസ് ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡോക്സ് റിയാക്ഷൻ ഭയങ്കര ഒരു 4-5 മാർക്കിന് ചോദിക്കുള്ളൂ. പക്ഷേ പ്രീവിയസ് ഇയർ പഠിക്കാം. റെഡോക്സിനൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട്, 1 മാർക്കൊക്കെ പിടിക്കാം. അത് കഴിഞ്ഞ് നേരെ ഒരു 4 സെക്ഷന് തെർമോഡൈനാമിക്സ് കൊടുത്തിട്ടുണ്ട്. 4 ഒരു 5 സെക്ഷൻ തെർമോഡൈനാമിക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ കൊടുക്കാൻ കാരണം എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, തെർമോ ചതിക്കും, തെർമോയിൽ ടഫ് ക്വസ്റ്റ്യൻ വരും, തെർമോയിൽ പ്രോബ്ലംസ് വരും. അപ്പോൾ തെർമോ നന്നായിട്ട് പഠിക്കുക, വിത്ത് പ്രോബ്ലംസ് അടക്കം പഠിക്കുക. തെർമോയിൽ ഞാൻ ന്യൂമറിക്കൽസ് അപ്ലോഡ് ചെയ്ത് തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, സ്ട്രക്ചർ ഓഫ് ആറ്റം, ഈ 3 ചാപ്റ്ററാണ് ന്യൂമറിക്കൽസ് വരുന്നത്. ഈ 3 ചാപ്റ്ററിൻ്റെ ന്യൂമറിക്കൽസ് പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്ത് തരും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, പഠിക്കാൻ പറ്റില്ല. അവനെ നമ്മളെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി അതിൽ ന്യൂമറിക്കൽ ഉണ്ട്, അതും അപ്ലോഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ തെർമോയ്ക്ക് ഞാൻ കുറച്ച് കൂടുതൽ സെക്ഷൻ ഇട്ടിട്ടുണ്ട്. തെർമോയുടെ പ്രീവിയസ് ഇയറും കൂടെ പഠിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. ഈ 4 സെക്ഷൻ കൊണ്ട് തെർമോ തീരുകയാണെങ്കിൽ ഇവിടെ നിന്ന് പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്തോ, തെർമോ തീർത്തിട്ട് കിടന്നുറങ്ങിയാതെന്ന് പറ്റുമല്ലോ നിങ്ങളെ കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡേ എടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ. 13-ാം തീയതി സ്ക്രീൻഷോട്ട് എടുത്തോ. ഈ 13-ാം തീയതി വെച്ച് നമ്മൾ പോർഷൻസ് എല്ലാം തീർക്കും. കാരണം 11, 12, 13 3 ദിവസം കൊണ്ട് നമുക്ക് 9 ചാപ്റ്ററാണ് കെമിസ്ട്രിയിലുള്ള. ഈ 9 ചാപ്റ്റർ നമ്മൾ 3 ദിവസം വെച്ച് തീർക്കും. 9 ചാപ്റ്റർ 3 ദിവസം വെച്ച് നമ്മൾ തീർത്തിരിക്കും. ഇവിടെ നോക്ക്, നേരെ രാവിലെ ഇക്വിലിബ്രിയം 4 സെക്ഷൻ ഇടുക. 4ാമത്തെ സെക്ഷനിൽ PYQ. യെസ്റ്റർഡേ തെർമോയ്ക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ അവിടെ ഒരു ഇക്വിലിബ്രിയത്തിന് 1 സെക്ഷൻ കൂടെ ചേർത്തേക്കാം. ഇക്വിലിബ്രിയം അത്ര വലിയ ചാപ്റ്റർ അല്ല, അവിടെ തീരും, തിയറി ചാപ്റ്ററാണ്. പക്ഷെ മാർക്ക് കിട്ടും ചാപ്റ്ററിന്. ഓക്കെ, ഇക്വിലിബ്രിയം നന്നായിട്ട് പഠിക്കുക. ഇക്വിലിബ്രിയത്തിലും പ്രോബ്ലംസ് ഉണ്ട്. ഏതൊക്കെയാ? അതിൽ സോളിബിലിറ്റി പ്രോഡക്റ്റിന്റെ പ്രോബ്ലം വരാം. പിന്നെ നമുക്ക് pH കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് വരാം ഇക്വിലിബ്രിയത്തിൽ. ഇക്വിലിബ്രിയവും വേണമെങ്കിൽ നിങ്ങളെ ചതിക്കാം, നല്ല റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ വരും. പക്ഷെ ഞാൻ അതിന് വിടത്തില്ല, നിങ്ങളെ ഒന്നും ചതിക്കാൻ വിടത്തില്ല. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ എന്ന് പറഞ്ഞാൽ ഷോർട്സ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. കുറച്ച് ഷോർട്സ്, 1 മിനിറ്റ് 2 മിനിറ്റുള്ള വീഡിയോ. നിങ്ങൾക്ക് ഫ്രീ ടൈം, നിങ്ങൾ ഓരോ സെക്ഷനും പഠിച്ചിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം, അല്ലാത്ത സമയത്ത് വീഡിയോ കണ്ട് സമയം കളയണ്ട. ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ ഷോർട്സ് എടുത്ത് കാണുക. 100% അതിലെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. ഓക്കെ, ഷോർട്സ് വീഡിയോ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം. നിങ്ങൾ പഠിച്ചിട്ട് അത് നിങ്ങൾ കാണുക. ഈ ഓരോ ടൈം ടേബിൾ പ്രകാരമുള്ള ഷോർട്സ് ആ ദിവസത്തെ ആ ചാപ്റ്റേഴ്സിന്റെ ഷോർട്സിന് ഇട്ടേക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞ് ഓർഗാനിക് കെമിസ്ട്രി 4 സെക്ഷൻ. കാരണം ഓൾറെഡി നമ്മൾ ഓർഗാനിക് കൊടുത്തു പഠിക്കാൻ വേണ്ടി 4 ദിവസം. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ 4 ദിവസത്തിൽ ഓർഗാനിക്കും ഹൈഡ്രോ കാർബണും പഠിച്ച് തീർത്തിരിക്കണം.
3 മണിക്കൂറിനെ കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം കൊടുത്താലും കുഴപ്പമില്ല. 4 ദിവസത്തിൽ ഓർഗാനിക് ഹൈഡ്രോ കാർബൺ പഠിച്ച് തീർത്തിരിക്കണേ. കാരണം ഇവിടെ ഞാൻ 4 സെക്ഷനെ കൊടുക്കുന്നുള്ളൂ. ഇതിന്റെ ഓർഗാനിക് കെമിസ്ട്രി പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുക. ദെൻ ഹൈഡ്രോ കാർബൺ ഒരു 4 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുക. ദെൻ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആദ്യം പഠിച്ച ചാപ്റ്റർ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയുടെ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഇവിടെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ഉണ്ട്, അതിൽ PYQ ഞാൻ ഇട്ടിട്ടില്ല, കാരണം നിങ്ങളത് മറന്നുപോയില്ലേ നോക്കാൻ വേണ്ടിയാ. PYQ ലാസ്റ്റ് ദിവസം വർക്കൗട്ട് ചെയ്താൽ മതി. ബേസിക് കോൺസെപ്റ്റ് കെമിസ്ട്രിയില്ല 13-ാം തീയതിയാവും. ദെൻ നമ്മളെ ഇമ്പോർട്ടന്റ് ഡേ വരുന്നു 14-ാം തീയതി. എക്സാമിന്റെ തലേ ദിവസം പുതിയതായിട്ട് ഒരു ചാപ്റ്ററും പഠിക്കരുത്, റിവിഷൻ ഡേ. നോക്കി, ഇത് എല്ലാ റിവിഷൻസ് ഫസ്റ്റ് ഓഫ് ആയിട്ട് 2 സെക്ഷൻ എടുത്ത് റിവൈസ് ചെയ്യുക. റിവിഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ആയിട്ട് എടുത്തിട്ട് മനസ്സിലാക്കി ഇന്ന ടോപ്പിക്കുകൾ ഓർമ്മയില്ല, അയ്യോ നോട്ട് തുറക്കുക, വീണ്ടും പഠിക്കുക. ഓർമ്മയുണ്ട്, ഓർമ്മയില്ലെങ്കിൽ നോട്ട് തുറക്കുക. ഓർമ്മ ഉണ്ടെങ്കിൽ അതറിയാം. അടുത്ത ടോപ്പിക്കുകൾ എഴുതി ഒരു പേപ്പറിൽ വെച്ചേക്കുക. അത് ടിക്കറ്റ് ഓർമ്മയുണ്ട് അങ്ങനെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ടോപ്പിക്കുകളുടെ പേര് മാത്രം എഴുതി ഒരു ചാപ്റ്ററിൽ വെക്കുക. അത് ടിക്കറ്റ് വേണം നിങ്ങൾ പഠിക്കാൻ. റിവൈസ് ചെയ്യുമ്പോൾ ഇത് ഓർമ്മയുണ്ടെന്ന് പോവാം. ഓർമ്മയാണ് വലുത്. എക്സാം ഹാളിൽ പോയിരിക്കാൻ മറന്നുപോയാൽ എന്ത് ചെയ്യും, ഓർത്ത് വരണ്ടേ. അതുകൊണ്ട് തലേ ദിവസം ഓൺലി റിവിഷൻ ലാസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ബേസിക് കോൺസെപ്റ്റ് കെമിസ്ട്രി മാത്രം എടുത്തിട്ടില്ല. അത് അതിന്റെ തലേ ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടേ, അതിലെല്ലാം ഓർമ്മ വരുമല്ലോ. പിന്നെ പീരിയോഡിക് ടേബിൾ, റെഡോക്സ് റിയാക്ഷൻ, ഇക്വിലിബ്രിയം, തെർമോയ്ക്ക് 2 സെക്ഷൻ ഇട്ടിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ്, ഓർഗാനിക് കെമിസ്ട്രി 2 സെക്ഷൻ ഇട്ടിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺ ഇത്രയും റിവൈസ് ചെയ്തതിനു ശേഷം ഒരു 3 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഫുൾ ചാപ്റ്റർ ഉള്ള ഇഷ്ടമുള്ള 2-3 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്കത് ഗൂഗിളിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഞാൻ തരാം സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. വർക്കൗട്ട് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് എടുത്ത് വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ മോഡലിംഗ് കൂടെ ഒന്നേന്ന് വർക്കൗട്ട് ചെയ്യുക. ഒരു സാമ്പിൾ ഞാൻ ഈ ദിവസത്തിന് മുമ്പായിട്ട് ഫുൾ ചാപ്റ്റർ കണക്ട് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒരു 2 സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. ആ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരും, എത്ര മാർക്ക് കിട്ടും, ഏതൊക്കെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്, അതൊന്നും കൂടെ പഠിക്കണം. സമയമുണ്ട്. ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടേ പോകും. നമ്മളെ കുട്ടികൾ ഇത് ഇങ്ങനെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാത്തതുകൊണ്ടാണ് പ്രശ്നം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്യുവറായിട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങൾ നേരത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാത്ത, അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ കോൺഫിഡൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ട് എക്സാമിൻ്റെ അന്ന് രാവിലെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഈ ഡേയ്സിൽ ഞാൻ 10-ാം തീയതി, 11-ാം തീയതി, 12-ാം തീയതി, 13-ാം തീയതി 3 ദിവസവും വൈകുന്നേരം 6:30-ക്ക് ലൈവിൽ വരുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസും ടോപ്പിക്കും പറഞ്ഞു തരും. അറിയാവുന്നവർ കയറണ്ട. പക്ഷെ ഞാൻ മാക്സിമം നിങ്ങൾക്ക് അധികം സമയമൊന്നും ലൈവ് 1 മണിക്കൂറൊക്കെ കാണുള്ളൂ. നിങ്ങൾ ബാക്കി സെക്ഷനൊക്കെ പഠിച്ച് തീർത്തിട്ട് ഈ ടൈമിലുള്ള ചാപ്റ്റേഴ്സ് നേരത്തെ പഠിച്ച് തീർത്തവർ മാത്രം ലൈവിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് മാരത്തോൺ ലൈവോ ചുമ്മാ നിങ്ങളെ പിടിച്ച് യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തുന്ന പരിപാടി അല്ല. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓൺലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് അത് ഷുവറായിട്ട് എക്സാമിന് വന്നിരിക്കും. അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എക്സാം ടഫാകാതിരിക്കാനാണ് ഈ ലൈവ് ക്ലാസ് വെക്കുന്നത്. ഇതിൽ നിങ്ങൾ ഇത്രയും ദിവസമേ വെക്കുന്നുള്ളൂ. അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് 14-ാം തീയതി 6:30-ക്ക് വരുന്ന ലൈവിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് തരും. കാരണം ഇത്രയും സമയം എടുക്കുന്നത് ഞാൻ ഇന്ന് മുതൽ 14-ാം തീയതി വരെ ഇരുന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എക്സാമിന് ഷുവറായിട്ട് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് ഞാൻ തരും. ആ ടോപ്പിക്ക് നിങ്ങൾ ഇതൊരു അരമണിക്കൂർ ലൈവ് അല്ലേ കാണും. ഞാൻ കുറച്ച് ടോപ്പിക്സ് തരാൻ വേണ്ടിയാണ്. ആ ടോപ്പിക്സ് നിങ്ങൾ എന്തിനാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു. ആ ടോപ്പിക്സ് നിങ്ങൾ എക്സാമിൻ്റെ അന്ന് രാവിലെ എഴുതിരുന്ന് പഠിക്കണം. വേറെ ഒന്നും പഠിക്കണ്ട. എന്നെ വിശ്വസിച്ച് ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തരും തലേ ദിവസം. അത് മാത്രം എക്സാമിൻ്റെ അന്ന് രാവിലെ. കാരണം എക്സാമിൻ്റെ അന്ന് രാവിലെ വീണ്ടും 9 ചാപ്റ്റർ പഠിക്കാൻ സമയമുണ്ടോ? ഇല്ല. സെലക്ട് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് അല്ലേ വീണ്ടും ഒന്നേ നോക്കാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെ നോക്കണമെന്ന് ഞാൻ തരും. ഇങ്ങനെ ഒരു സാറുമാർ റിസ്ക് എടുക്കൂല, ഞാൻ റിസ്ക് എടുക്കുന്നു, ഞാൻ തരും. അതൊന്നും വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ പൊങ്കാലയിടുമെന്ന് എനിക്കറിയാം. പക്ഷെ വന്നിരിക്കും. അങ്ങനെ ഇരുന്ന് ഞാൻ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പം നമുക്ക് ആ എക്സാമിന് രാവിലെ അത്രയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ തരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ ഉറപ്പായിട്ട് എക്സാമിന് രാവിലെ ഇരുന്ന് പഠിക്കുക. മീൻസ് റിവൈസ് ചെയ്യുക. ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും റിവൈസ് ചെയ്യുകയാണ്. പിന്നെ അത് റിവൈസ് ചെയ്തതിനു ശേഷം പിന്നെ സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിക്കാം. ഇതാണ് നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ. ഇനി പറ, ഇത് കിടിലം ഐറ്റം അല്ലേ? കിടിലം സ്റ്റഡി ടൈം ടേബിൾ അല്ലേ? ആർക്കെങ്കിലും എത്ര അഭിപ്രായം ഉണ്ടോടാ? കമന്റ് ചെയ്ത് കൊള്ളാമോ? സ്റ്റഡി ടൈം ടേബിൾ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് വേഗം നിങ്ങൾ കമന്റ് ചെയ്തോ. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം അവർ കെമിസ്ട്രി സമയമുണ്ട്, നാളെ പഠിക്കാം എന്ന് പറഞ്ഞൊരു പുണ്ണാക്കും പഠിക്കൂല. എക്സാം ടഫായിരിക്കും. നിങ്ങൾ ഈ രീതിയിൽ പഠിക്കുക.
ഒന്നും കൂടെ ഞാൻ ഇത് ആദ്യ ദിവസം മുതൽ തരാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ. ഫസ്റ്റ് ഡേ സ്ക്രീൻഷോട്ട് എടുക്കുക, വീണ്ടും സ്ക്രീൻഷോട്ട് എടുക്കുക, വീണ്ടും സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ദിസ് ആൾസോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം, ലൈവ് ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ. ഓക്കെ. ആൻഡ് നമ്മൾ റിവിഷൻ ഗ്രൂപ്പ് ഉണ്ട് +1 വേണ്ടി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാട്സപ്പ് ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക. അതിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. അതിൽ അപ്ലോഡ് ചെയ്ത് തരാം. ആൻഡ് ദെൻ ഇപ്പം ഞാൻ ഇവിടെ എഴുതിയ PDF ഈ ടൈം ടേബിളിൻ്റെ PDF കൂടെ ഞാൻ റിവിഷൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തരാം. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ കൂടെ ലാൽ ബ്രദേഴ്സ് മീഡിയ ഉണ്ട്. നമുക്ക് എക്സാമിന് പൊളിക്കാം. നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ലൈവ് സെക്ഷൻ വെക്കുന്നത് ചുമ്മാ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയല്ല. ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട് ഞാൻ ലൈവിൽ കളക്ട് ചെയ്ത് തരും. ഏത് ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ ഏത് ക്വസ്റ്റ്യൻ കൊണ്ടുവന്നാലും നിങ്ങളുടെ ഡൗട്ട് ലൈവിൽ കമൻറ്റ് ചെയ്ത് തരും. കാരണം ലൈവിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലൈവിൽ ക്വസ്റ്റ്യൻസ് ഇടാൻ വേണ്ടി ഞാനൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരും. എന്നാൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയാണ്. ലൈവ് സമയമാകുമ്പോൾ ഞാൻ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി ഓപ്പൺ ആക്കി ഇടാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ ഡൗട്ട്സ് ഇട്ടാൽ മതി. എനിക്ക് പെട്ടെന്നൊക്കെ കിട്ടും. ഞാൻ ആ ക്വസ്റ്റ്യൻസ് കൂടെ ലൈവിൽ വേണമെങ്കിൽ എടുത്തിരാൻ. ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ലൈവിൽ വെക്കുക. ലൈവ് വെക്കുന്നത് തന്നെ ആ ദിവസം പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ കുറച്ച് ചാപ്റ്റേഴ്സ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുറിച്ച് വെച്ച് തന്നാൽ മതി. ലൈവിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ദിസ് ഇസ് ദ സ്റ്റഡി ടൈം ടേബിൾ. വേഗം ഇത് ഈ മോഡൽ എഴുതി വെക്കുക കേട്ടോ. ആരും ഫോണിലിട്ടേക്കില്ലേ. സ്റ്റഡി ടൈം ടേബിൾ ഒന്ന് എഴുതിയിട്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഓരോ ചാപ്റ്ററിലെയും ടോപ്പിക്കും കൂടെ എഴുതി വെക്കുക. ഓരോന്നും പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് ടിക്കിട്ട് പോവുക. ഓക്കെ. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മാക്സിമം നെക്സ്റ്റ് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തരാം. പഠിക്കാൻ അത് അറിയാത്ത കുട്ടികൾ ആ വീഡിയോസ് പഠിക്കുക. അറിയാവുന്ന കുട്ടികൾ പഠിക്കേണ്ട. ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യും. അതെല്ലാവരും കാണും. 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ അല്ലേ ഉള്ളൂ. അതെല്ലാവരും നോക്കുക. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. ദെൻ ബൈ.